വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റിത. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വറിന്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വറിന്. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIT. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIT. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചാൽ. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചാൽ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യ. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെയാണ് തോൽപ്പിച്ചത്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് വിജയികളായത് ഇന്ത്യ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് സമർപ്പിച്ചു. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നക്ഷ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നക്ഷ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി തെരഞ്ഞെടുക്കപ്പെട്ടു. UPSC ചെയർമാനായി സ്ഥാനമേറ്റത് അജയ് കുമാർ. UPSC ചെയർമാനായി സ്ഥാനമേറ്റത് അജയ് കുമാർ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യ നാരായണൻ. 2025 കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് OM ശാലീന ആദ്യത്തെ വനിതയാണ്. 2025 കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് OM ശാലീന. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.